ബാറ്റിൻ്റെ പാസ് ഇന്നെ പഠിച്ചു വെച്ചേക്കാണ് 5405 എന്നാണ് കേസ്. അത് ശരിക്കും പറഞ്ഞാൽ ബാറ്റിൻ്റെ നമ്പർ ഏതാണ് അത് മറന്നു പോയതാണ് കേസ്. പിന്നെ അടുത്ത വീട്ടിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആഡ് ചെയ്യുന്നതെന്നാണ്. നമ്മളെ ഓഡിയൻസില്ലേ എല്ലാം ആഡ് ചെയ്യാനും പറ്റും കേസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. ഒത്തിരി സൂപ്പർ അപ്ഡേഷനൊക്കെ വന്നു കേസ് ഈ ഗെയിമിൽ. അറിയാത്തതുകൊണ്ടാണ് കേസ് ഈ ഗെയിം എനിക്കൊണ്ട് പുലിയായിട്ട് വർക്കാവും. പുലിയെ വരെ വരുത്തിയിട്ടുണ്ട് കേസ് ഈ ഗെയിമിൽ. ഇനി പുതിയതായ അപ്ഡേഷൻ പോലീസ് സ്റ്റേഷൻ വരാൻ പോവാണ് കേസ്. ഇവർ ആദ്യം പോലീസ് സ്റ്റേഷനെ കൊണ്ടുവരാനെന്ന് പറയുമ്പോൾ ഇല്ലേ GTA5 മെയിൻ പോലീസാണല്ലോ. അതില്ലാത്തതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ഡൗൺലോഡ് ഇല്ല. അതുകൊണ്ട് ഇവർ വിചാരിച്ച് എല്ലാവർക്കും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പോലീസ് ഒന്ന് ഇടിച്ചാൽ മതി, അങ്ങനെ തന്നെ പോലീസുകാരന്മാർ വരും. അത് അറിയാവുന്നതുകൊണ്ട് അവന്മാർ വിചാരിച്ച് എല്ലാവർക്കും ബോറാവത്തില്ല. ആരെങ്കിലും കൊല്ലുമ്പോൾ അന്നേരം തന്നെ പോലീസുകാരന്മാർ വരുമെന്നുള്ളത്. അതുകൊണ്ട് അവന്മാർ വിചാരിച്ച് പോലീസുകാരന്മാരെന്ന് വെക്കണത്. ഇപ്പം കുറച്ച് പേരെ നമ്മളെ 100 മില്യൺ അടിച്ചു ഇന്ത്യ ബൈക്കിലേക്കല്ല. പക്ഷെ ഇന്ന് 1 കോടി മാത്രമേ ഉള്ളൂ കേസ്. അതുകൊണ്ട് പുതിയ റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും പുതിയ പെയിൻ്റൊക്കെ എല്ലാം മാറ്റാൻ പറ്റുന്നൊരു ഗരാജും ക്ലോത്തിങ് സ്റ്റോറും ഹെയർ കട്ടിങ് GTA5 ഉള്ള എല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഇതാണ്, അതൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ചീറ്റുണ്ട് കേസ്. 1 2 3 എന്നുള്ള ചീറ്റൊക്കെ ഉണ്ട്. അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ 1 2 അടിച്ചു കൊടുത്താൽ മതി. ഓരോരോ ഷോറൂമിന് ഓരോരോ ഇതാണ്. വാട്ടീസിന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ചീറ്റ് കോഡൊക്കെ കാണും. ഷോറൂം തുറക്കാനുള്ള ചീറ്റ് കോഡ്. ഈ പക്ക GTA പോലത്തെ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പുതിയൊരു അപ്ഡേഷൻ വന്നു, 6200 അടിക്കണം കേസ്. അന്നേരം എന്തോ ഒരു ഇത് വരും, 6200 അടിക്കുമ്പോൾ എന്തോ ഒരു സാധനം വരും കേസ്. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. അല്ല 9 അല്ല, അത് 62 കേസ്. നമുക്ക് ഫുട്ബോൾ വെറുതെ അടിച്ചു കളിക്കാം. 6200 അടിക്കുമ്പോൾ വരുന്നു. കണ്ടോ കേസ്, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഫ്ലൈയിങ് ബൈക്കാണ് കേസ്. ഫ്ലൈയിങ് ബൈക്ക് വരെ അതിനകത്ത് ഉണ്ട് കേസ്. ഈ ഗെയിം ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഗെയിമാണ് മോനെ. ഫ്ലൈയിങ് ബൈക്ക് വരെ ഉണ്ടടെ അതിനകത്ത്. ഫ്ലൈയിങ് ബൈക്ക് വരെ ഉണ്ട്. ഇതാണ് കേസ് ഫ്ലൈയിങ് ബൈക്കിൻ്റെ ചീറ്റ് കോഡ്. നിങ്ങൾക്ക് ആരും ഇങ്ങനെ പറഞ്ഞു തരത്തില്ല. ഫ്ലൈയിങ് റൂമിൻ്റെയും ചീറ്റ് കോഡുണ്ട് കേസ്. അത് അടുത്ത വീഡിയോ പറയുന്നവർക്ക് ഒത്തിരി ചീറ്റ് കോഡുണ്ട്. നിങ്ങൾക്കും അറിയാത്ത രീതിയിലുള്ള ചീറ്റ് കോഡാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. എന്നാലും ഫ്ലൈയിങ് ബൈക്കാണ് കേസ്. ഇത് ഫ്ലൈയിങ് ബൈക്കിന് ചാടിയാൻ തോന്നുന്നുണ്ട്. ഇവനൊന്നും പറ്റത്തില്ല. ഫ്ലൈയിങ് ബൈക്ക് പോയി. എൻ്റെ ഫ്ലൈയിങ് ബൈക്ക് പോയി കേസ്. ഫ്ലൈയിങ് ബൈക്ക് ആകാശത്ത് കാണുന്നില്ല. നമ്മൾ താരം വന്നുകൊണ്ട് ഫ്ലൈയിങ് ബൈക്ക് പോയിട്ടുണ്ട്. സാറില്ല കേസ്. ഫ്ലൈയിങ് ബൈക്ക് ഈസ് ഗോൺ അവർ. പിന്നെ നമുക്ക് അടിക്കാമല്ലോ കേസ്. ആകാശത്ത് തന്നെ നിൽക്കുവാണ്. സാറില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. ഫ്ലൈയിങ് ബൈക്ക് താരമല്ലോ വന്നോ? ഇല്ല കേസ്, താരം വരുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ പുതിയൊരു കാറിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ടുണ്ട് കേസ്. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. പുതിയൊരു കാറാണ് കേസ്. എൻ്റെ പേര് ആൾട്ടോയാണ് കേസ്. ആൾട്ടോയുടെ ചീറ്റ് കോഡ് 2,703 എങ്ങാണ്ടല്ലായിരുന്നു കേസ്. അയ്യോ കേസ്, ആൾട്ടോയുടെ ചീറ്റ് കോഡ് ഞാൻ മറന്നായിരുന്നു. അത് സാറില്ല, ആൾട്ടോയുടെ നേരത്തെ ആൾട്ടോ വന്നായിരുന്നു. എന്തോ അടിച്ചപ്പോഴാണ് കേസ് ആൾട്ടോ വന്നത്. 2023 കേസ്. നമുക്ക് 2005 അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് കാറ് വരുന്നത്? താറാണ് കേസ്. ഓക്കെ, താറാണ് വരുന്നത്. താറോടെ നമുക്ക് റോഡ് ബ്ലോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് താറ് വേണ്ട കേസ്. നമ്മളെല്ലാം തന്നെ നശിപ്പിക്കാൻ പോകും. വേറെ ഇതേ ഇത് തന്നെ നമ്മളെടുത്തേക്കുന്നത്. ഇതെടുക്കും. നമുക്ക് ഇനി എടുക്കേണ്ട വണ്ടി ഏതാണ് കേസ്? നമുക്ക് 2008 എങ്ങാണ്ട് അടിച്ചപ്പോഴല്ലേ കേസ് വന്നത്.
2008 അടിച്ചു നോക്കാം നമുക്ക്. മാരുതി വരണേ ഇവിടെ റോഡ് റോവർ വന്ന് റേഞ്ച് റോവർ എന്ന് പറയുമ്പോൾ റോഡ് റോവർ അടിച്ചേക്കും. സാരില്ല, നമുക്ക് എനിക്ക് എയർ അടിച്ചു കൊടുക്കാം. ഏഴായിരിക്കും 2000. നമുക്കത് ഞാൻ കണ്ടതാണ് ഗേസ്, ഞാൻ ശരിക്കും ഞാൻ കണ്ടതാണ്. പക്ഷെ വന്നു ഗേസ് ആൾട്ടോ കാർ. മാരുതി സുസുക്കി വന്നില്ല. നമുക്ക് ഇതങ്ങ് നശിപ്പിക്കാം. എടേ ബ്രോ, ഞാൻ നിന്നെ നശിപ്പിക്കും. നശിപ്പിക്കാൻ പോവാ. ഇതിനൊന്നും പറ്റിയില്ലല്ലോ. നമുക്ക് ഇനി വണ്ടി കയറാം. എനിക്ക് വണ്ടി കയറാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. വണ്ടി കയറാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഫോൺ അടിച്ചിട്ട് ഗണ്ണ് എടുക്കുമ്പോൾ വണ്ടി കയറാനുള്ള ഓപ്ഷൻ ഇല്ല ഗേസ്. വണ്ടി കയറാനുള്ള ഓപ്ഷൻ വണ്ടി കയറാൻ പറ്റത്തില്ല ഗേസ്. നമുക്ക് ഈ ആൾട്ടോയിൽ വെറുതെ ഷോയിന് വേണ്ടി വെച്ചേക്കുവാന്ന് ഗേസ്. ഒരു വണ്ടി കയറാൻ പറ്റുന്നില്ല. ഗ്ലിച്ചൊക്കെ അടിക്കുന്നു ഗേസ്. വണ്ടിയിൽ എന്താണ് ഗേസ് കയറാൻ പറ്റാത്ത? ഗ്ലിച്ച് അടിച്ച് പോകും നമ്മൾ. വണ്ടി കയറും മിസ്റ്റർ. പക്ഷെ ആൾട്ടോ വന്നിട്ട് വണ്ടി കയറാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ എന്തോ റിയാക്ഷൻ ആയിരിക്കും ഗേസ് നിങ്ങളുടെ. ആൾട്ടോ വന്നിട്ട് വണ്ടി കയറാൻ പറ്റുന്നില്ലെന്ന് എന്ത് കഷ്ടമാണ് ഗേസ്. ആൾട്ടോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വരുത്തിച്ച്. ആൾട്ടോയുടെ വണ്ടി കയറാനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യും? ആൾട്ടോയുടെ വണ്ടി ഞാനിങ്ങനെ കയറും ഗേസ്. പക്ഷേ ആൾട്ടോ വരുന്നില്ല. നമ്മൾ എന്തോരം അടിച്ചപ്പോഴാണ് ഗേസ്. ഓ, നമുക്ക് ഒന്നും കൂടെ വരുത്തിക്കുക. ആദ്യത്തെ ആൾട്ടോ പാളി പോകുന്നുണ്ട്. 2007 അടിച്ചപ്പോഴാണ് വന്നത്. ഇതിനകത്ത് എങ്ങനെ കയറാൻ പറ്റുമോ? ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ഗീസ്. ആൾട്ടോക്കകത്ത് ഷോയിന് വേണ്ടി വെച്ചിട്ടാണ്. ഷോയിന് വേണ്ടി വെച്ചിരുന്നു ഒരാൾട്ടോക്കാതെ. നമുക്ക് സ്നൈപ്പർ എടുത്ത് നോക്കാം. സ്നൈപ്പർ ഇതാണ് സ്നൈപ്പർ. നോക്കാം. വർക്കാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇടിയെടുക്കാം. പോകാമെല്ലാം വരുന്ന വണ്ടിക്കകത്ത്. വണ്ടിയാണ്ട സേഫ് ആയിട്ടിരിക്കുന്നത്. അവിടെ ആൾട്ടോ എന്തോ പറ്റി കേസ്. ആൾട്ടോയ്ക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ചാടിയാലൊന്നും കയറാനുള്ള ആവശ്യം വരുന്നില്ല കേസ് ആൾട്ടോയ്ക്കകത്ത്. ഇവിടെ നമ്മൾ ഏറിപ്പറക്കുന്നു. അയാമിൻ്റെ ഏറിപ്പം മാറിയിട്ടുണ്ടായിരുന്നു. ആൾട്ടോ നമുക്ക് കയറാൻ പറ്റത്തില്ലെന്ന് സാറില്ല കേസ്. നമുക്ക് ഈ ആൾട്ടോനെ നശിപ്പിക്കാം. നമ്മളെ മനസ്സ് ഇഷ്ടപ്പെടുത്തുന്ന ഒന്നും കൂടെ ആൾട്ടോ വിളിച്ചു നോക്കാം. ആൾട്ടോ 1005 വരുന്നേ. എന്തോ 1007 ഇനി വരത്തില്ല ആൾട്ടോ. 2007 വരുന്ന ആൾട്ടോ. ആൾട്ടോ കയറാൻ പറ്റത്തില്ല കേസ്. ആൾട്ടോ കയറാൻ പറ്റുന്നില്ല കേസ്. ഇന്ന് തന്നെ ഒത്തിരി സമയം പോയി. നമുക്ക് ഈ ആൾട്ടോനെ കൊന്നേക്കാം. ഈ കണ്ണാരെ അടിച്ചേ. പുകയിൽ കത്തി ചാമലാണ് കേസ്. ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും.